ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് ലൈക്ക് ബോസിന്റെ പുതിയൊരു വീഡിയോ ആണ്. ഇന്ന് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ബിക്കോസ് ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? കൂന്തൽ അച്ചാർ, കണവ എന്ന് പറയും നമ്മളിവിടെ. നല്ല ഫ്രഷ് കണവ മേടിച്ച് വെച്ചിട്ടുണ്ട്. കടയിൽ മേടിച്ചുകൊണ്ടുവന്ന് ആദ്യം നന്നായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുക്കുക. എത്ര വെള്ളത്തിൽ വാഷ് ചെയ്യാം? അപ്പോൾ ഓക്കെ, നന്നായിട്ട് വാഷ് ചെയ്യുക. നമ്മൾ നാലാമത്തെ വെള്ളം കഴിവാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് വെള്ളമാണോ? ഓക്കെ, ഇപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അടുത്ത് അതിലിടാനുള്ള ഇഞ്ചി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് പേസ്റ്റാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അടുത്ത് പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. കുറേശ്ശെ പുരട്ടി പൊരിക്കാനാണ്. പിന്നീടാണ് അച്ചാറാക്കുന്നത്. മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടു. തവ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തവ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച കണവ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നേരെ ഇടുകയാണ്. ഇനി അരമണിക്കൂർ നമുക്ക് അടച്ചു വയ്ക്കാം. ഫ്രൈ ആവാൻ വേണ്ടി അടച്ചു വെക്കുവാണ്. ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. പിന്നെ എന്തായി? പകുതി വേവായി. ഇനി നല്ല വെള്ളം, ഇതിൻ്റെ വെള്ളം എല്ലാം മാറുന്നു. നമ്മൾ വെള്ളം ഒഴിച്ചില്ലായിരുന്നല്ലോ, പിന്നെ ഇങ്ങനെ കണവിലുള്ള വെള്ളം. ഓക്കെ, ഇപ്പോൾ ഏകദേശം 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏകദേശം ആവുന്നത്. ഓക്കെ, അപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. അരമണിക്കൂറായി ഫ്രൈ ചെയ്തത് എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. അങ്ങനെ നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വറ്റൽമുളക്, കറിവേപ്പില, മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി ഇടുക. അടുത്ത് മഞ്ഞൾപ്പൊടി,
വെള്ളത്തിന് ആവശ്യത്തിന് ഇട്ടാൽ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇടുക എല്ലാം. ഒന്ന് ഇളക്കി കൊടുക്കുക. വിനാഗിരി ഇത് കുറച്ച് വിനാഗിരി. കുറച്ച് ഉപ്പ് ഉപ്പിട്ടിട്ടുണ്ട്. അടുത്ത നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കണവ ഇടുവാണ്. ശകലം കായപ്പൊടി കായപ്പൊടി ആവശ്യത്തിന്. നല്ല ടേസ്റ്റിയായ അച്ചാർ റെഡിയായാ? ഓക്കെ. അപ്പോൾ നമ്മുടെ വെയിറ്റിംഗ് ഓവറായിട്ടുണ്ട്. നമ്മുടെ കണവ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. നല്ല ടേസ്റ്റിയായ അതെ, ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക. കഴി കൊള്ളാവാ? ചോദിച്ച് കഴിച്ചിട്ട് പറ, എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പോൾ അതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എല്ലാവരും വീട്ടിൽ സമയം കിട്ടുമ്പോൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം ദ ചാനൽ ഹേം കൃഷ്ണ.